ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ഒരു ലെവലിയർ മൈക്കിനെ പറ്റിയാണ്. ഞാൻ ഈ ഒരു ലെവലിയർ മൈക്ക് വാങ്ങാനുള്ള കാരണം, ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ വോയിസ് ചെയ്തിരുന്നു, പക്ഷേ അതിന് സൗണ്ട് തീരെ ഇല്ല എന്നുള്ള പരാതി എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഒരു മൈക്ക് വാങ്ങിയത്. ക്യാൻഡി സി എന്നുള്ള കമ്പനിയുടെ DC-C5 എന്ന് പറയുന്നൊരു മോഡലാണ് ഞാൻ വാങ്ങിയത്. എനിക്കിതിനെപ്പറ്റി ഉപയോഗിച്ചിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും വില കുറഞ്ഞ ചെറിയ ബഡ്ജറ്റുള്ളൊരു മൈക്കാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു മൈക്രോഫോണ് നിങ്ങൾക്ക് UAE നിന്ന് എവിടെയും 20-25 ദിർഹംസിന് നിങ്ങൾക്ക് ലഭിക്കും. ഞാനതിലും കുറഞ്ഞ വിലയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. എന്താണ് ഇതിൻ്റെ കൂടെ ഉള്ളത് എന്നുള്ളത് ഓപ്പൺ ചെയ്തു. അതിൽ വേറൊന്നുമില്ല, ഒരു ബാഗുണ്ട്, കറുത്ത ബാഗ്. ഇതിൻ്റെ കൂടെ വേറൊന്നുമില്ല, യൂസർ മാനുവൽ ഒന്നുമില്ല. നല്ലൊരു അടിപൊളിയില്ലാത്ത ടൈപ്പ് ബാഗിലാണ് നമ്മൾ വാങ്ങിയ സാധനം ഉള്ളത്, മൈക്രോഫോണ്. ഞാൻ ബാഗൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്, നോക്കാം അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതിൽ ഈ ഒരു മൈക്ക് മാത്രമേ ഉള്ളൂ. ഈ മൈക്രോഫോൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നുള്ളത്. ഞാൻ ആദ്യം എടുത്ത വീഡിയോ ആണ്, അതിലേക്ക് രണ്ടാമത് വോയിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ മൈക്രോഫോൺ ഏകദേശം ഒരു 1-1.5 മീറ്ററിൻ്റെ അടുത്ത് നീളമുണ്ട് ഇതിൻ്റെ വയറിന്. ഇതിൻ്റെ മൈക്കിനോട് അടുത്തായിട്ട് ഒരു ക്ലിപ്പും കൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഷർട്ടിൻ്റെ കോളറിലോ മറ്റോ വെച്ച് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പ് വരുന്നത്. നമ്മുടെ ഷർട്ടിൻ്റെ കോളറിലാണ് പൊതുവെ എല്ലാവരും വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്ലിപ്പ് ചെയ്യാറ്. നല്ല അടിപൊളി ക്ലിപ്പാണ്. സ്പോഞ്ച് കവറിങ്ങോട് കൂടിയായിട്ടാണ് മൈക്ക് വരുന്നത്. ഓൾറെഡി എല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് അത് വരുന്നത്. സെപ്പറേറ്റ് ഒന്നുമല്ല, അതിൻ്റെ സ്പെയർ വേറെ ആയിട്ടൊന്നുമില്ല, എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അതുള്ളത്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ജാക്ക് 3.5 mm വരുന്ന ഓഡിയോ ജാക്കാണ് ഇതിനുള്ളത്. ഈ പിന്നിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വേറൊരു കേബിൾ കൂടി വരുന്നുണ്ട്. അതും 3.5 mm സൈസാണ് ഇതിൻ്റെ പിന്ന് വരുന്നത്. അതിൽ നമുക്ക് എക്സ്ട്രാ കേബിൾ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനോ മൈക്ക് വേറെ ആഡ് ചെയ്തിട്ട് ലെങ്ത്ത് കൂട്ടാനൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ മൈക്ക് വെച്ചിട്ടാണ്, മൈക്രോഫോൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വോയിസ് ചെയ്യുന്നത്. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ മറ്റു ലൈവ് വീഡിയോ ചെയ്യുന്ന ആൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ മൈക്രോഫോൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് സ്മാർട്ട് ഫോണിലും അതേപോലെ തന്നെ DSLR ക്യാമറയിലും പിന്നെ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ അതേപോലെ ആൻഡ്രോയിഡ് ഫോണിലാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട്, അത് വായിക്കുക. ഈ മൈക്ക് വെച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തതിൻ്റെ വ്യത്യാസം അറിയണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും ഈ മൈക്കിനെ കൊണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.